എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇതൊരു ഹെയർ സ്പ്രേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. ഇതിൽ നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. മുടിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി നല്ല സോഫ്റ്റ് ആക്കാനും മാനേജബിൾ ആക്കാനും അതുപോലെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെയർ ഫോളിനെ തടയാൻ വേണ്ടിയിട്ടും പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു പൊടിയാണ്. ഈ ഒരു പൊടി 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയതാണ്. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത്, അതുപോലെ ഉലുവ, പിന്നെ കരിഞ്ജീരകം. ഈ 3 സീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസും മുടിക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് നമുക്കറിയാം. ഇത് ഹെയർ ഗ്രോത്തിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഫ്ലാക്സ് സീഡ് അതുപോലെ കരിഞ്ജീരകം. ഈ 3 സംഭവങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്പീഡ് ഒന്ന് കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്. ഫ്ലാക്സ് സീഡിൽ എന്ന് വെച്ചാൽ വിറ്റമിൻ ഇൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. നമ്മൾ വിറ്റമിൻ ഇ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്, പകരം നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന് ഉണ്ടാകുന്ന ഡാമേജസ് ഒക്കെ കുറയ്ക്കും, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പ്രീമച്വർ ഏജിങ് ഒക്കെ, മുടി നരയ്ക്കുന്നതൊക്കെ, അകാല നരയൊക്കെ കുറയ്ക്കാനും ഈ ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയറിനെ നറിഷ് ചെയ്യും, ഡാമേജൊക്കെ തടയും. അതുപോലെ ഈ മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവുക, ഡ്രൈ ആവുക, അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഫ്ലാക്സ് സീഡ്. അപ്പം ഫ്ലാക്സ് സീഡ് ആണ് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉലുവയാണ് എടുക്കുന്നത്. ഉലുവയും നമുക്കറിയാം മുടിനെ നല്ല സ്ട്രോങ് ആക്കും. ഉലുവ നമുക്ക് മുടി ഇരട്ടിപ്പിക്കാനും, അതായത് മുടീനെ ഒന്ന് തിക്കാക്കാനൊക്കെ ബെസ്റ്റാണ് ഈ ഉലുവ. പിന്നെ ഉള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം സീഡ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ് ഇതിനെ പറയുന്നത്. ഖുറാനിൽ വരെ ഇതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നല്ല 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പൊടി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം സ്പ്രേ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. 1 സ്പൂണാണ് ഈ പൗഡർ എടുക്കേണ്ടത്. ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാൻ വെക്കണം. ആ വെള്ളം തിളപ്പിക്കുമ്പം അതിലേക്ക് 1 സ്പൂൺ ഈ ഒരു മിക്സ് നമ്മൾ ഇതിൽ ഇട്ടിട്ട് അത് നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം. അത് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നല്ലപോലെ ഗ്രേറ്റ് ചെയ്യണം. ഞാനിവിടെ കട്ട് ചെയ്യാണ് ചെയ്തത്. നല്ലപോലെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. എന്നിട്ട് നമ്മൾ അത് ആ വെള്ളം തണുത്തതിന് ശേഷം അരിച്ച് വെക്കണം. അരിച്ചിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കാം. ആ സ്പ്രേ ബോട്ടിലിൽ നിന്ന് നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അലോപേഷ്യക്കൊക്കെ വളരെ ബെനിഫിഷ്യലായിട്ടുള്ള ഒരു റെമഡിയാണിത്. അതായത് പിന്നെ മുടി ഇങ്ങനെ വട്ടത്തിൽ കൊഴിയുന്ന അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണിത്. മാക്സിമം ഇത് 7 ദിവസം വരെ സ്റ്റോർ ചെയ്താൽ മതി. ഫ്രിഡ്ജിലാണെങ്കിലും പുറത്ത് 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ. ഫ്രിഡ്ജിൽ ഒരു 5 മുതൽ 7 ദിവസം വരെ സ്റ്റോർ ചെയ്താൽ മതി. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പം ഇത് മൊത്തമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്തിട്ട് തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. തലയോട്ടിയിൽ മാത്രമേ ചെയ്യേണ്ടൂ. അപ്പോൾ ഇത് തന്നെ ഒരു 5 ദിവസത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാവും. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം തല കഴുകുകയോ ഒന്നും ചെയ്യേണ്ട. ഇഞ്ചിയുടെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ലാവൻഡറോ അല്ലെങ്കിൽ റോസ്മേരി അല്ലെങ്കിൽ പെപ്പർമിൻറ്റ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ കിട്ടും. പിന്നെ സ്മെല്ലും, ആ ഇഞ്ചിയുടെ ആ ഒരു കുത്തുന്ന സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് ദിവസവും ഉപയോഗിക്കാം. നമുക്ക് മുടി കൊഴിച്ചിലുള്ള ഭാഗത്ത് മെയിനായിട്ട് വേണമെങ്കിൽ അവിടെ മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം.
ഇഞ്ചി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇഞ്ചി അലർജിക്ക് ആണെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇഞ്ചി ചേർക്കണം. തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇതും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ട് ഇച്ചിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തല കഴുകണം എന്നില്ല. കാരണം തലയിൽ നമ്മൾ സ്പ്രേ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് തലയോട്ടിയിലേക്ക് മാത്രമാണ് സ്പ്രേ ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളത്തിനെ കൊണ്ടുണ്ടാക്കിയ സ്പ്രേ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 7 days വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എത്ര കുറവാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമുക്കിപ്പം ഫുൾ തലയിൽ മൊത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്താണ് നമ്മുടെ മുടി കൊഴിയുന്നത് ആ ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. 7 ദിവസം കണ്ടിന്യൂസ്ലി ഇത് ചെയ്യണം. 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.